Hi friends, the Garden എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഗാർഡൻ ടൂർ പോലെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ സിറ്റ് ഔട്ട് ഏരിയ ആണ് ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ടൂർ ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പിന്നെയും ചോദിച്ചു ഗാർഡൻ ടൂർ കാണിക്കുമോ, വീട്ടിലുള്ള ചെടികളൊന്നും കൂടെ കാണിക്കുമോ എന്നൊക്കെ. അപ്പോൾ കുറച്ച് ഭാഗം ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ വെച്ചിരിക്കുന്ന ഇതും അവിടെ വെച്ചിരിക്കുന്ന രീതികളും അറേഞ്ച് ചെയ്ത ആ ഒരു സെറ്റ് ചെയ്തേക്കുന്ന രീതികളൊക്കെ കാണിക്കാമെന്ന് ഓർക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ വീഡിയോക്ക് കഴിഞ്ഞൊരു 2-3 വീഡിയോയിൽ കുറേ പേര് സെയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിങ്ക് ലേഡീൻ്റെയൊക്കെ സെയിലുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയത് കാരണം ഞാനിപ്പോൾ സെയിലൊന്നും അധികം കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി ഫോളോ ചെയ്യാം. ഞാൻ ഫ്രീ ആകുമ്പോൾ അതിനകത്ത് സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കയറി ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഏരിയ ആണെന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 8-10 മാസം മുമ്പേ നമ്മുടെ ഈ ഒരു ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തേലും നല്ലപോലെ തന്നെ ചെടി ഇപ്പോൾ അധികം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഏരിയനെ കുറിച്ച് പറയാനുള്ളത്, രാവിലെ ഒരു 11:30 വരെയുള്ള വെയിൽ നല്ലപോലെ കിട്ടുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റിൽ വളരുന്ന പ്ലാന്റ്സൊക്കെയാണ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ തന്നെ ഇവിടെ കയറി വരുന്ന ഏരിയയിൽ മുരയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല മണമുള്ള വൈറ്റ് ഫ്ലവറൊക്കെ ഇടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നല്ല ബുഷിയായിട്ട് ഒരു ബോൺസായ രീതിക്കൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റാണ്. അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലെ ഒരു പോർഷനിൽ നോക്കാൻ നേരം കുറേ ചട്ടികൾ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ക്യാക്ടസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം രാവിലെയുള്ള വെയിൽ നല്ലപോലെ കിട്ടുന്നത് കൊണ്ട് തന്നെ ക്യാക്ടസിനൊക്കെ വളരാൻ നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ക്യാക്ടസ് കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാക്ടസിൻ്റെ കളക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ചുള്ളൂ ക്യാക്ടസ്. പിന്നെ മണി പ്ലാന്റ്സ് ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നത് മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ മണി പ്ലാന്റ്സ് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മണി പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഒരു 2-3-4 ആഴ്ച മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല കളർഫുള്ളായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അതിൻ്റെ ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കയറി കാണുക. അപ്പോൾ ഇതൊരു സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഫുള്ള് താഴത്തോട്ട് ഇറങ്ങി ആ വേരൊക്കെ അവിടെ നിലത്ത് ഓടി. അപ്പോൾ ആ ക്യാക്ടസിൻ്റെ ആ ചട്ടീൻ്റെ ഇടയിൽ നിന്നൊക്കെ തണവ് കിട്ടിയിട്ട് അതിന് നല്ലപോലെ തന്നെ അവിടെ വേരൊക്കെ ഓടിയിട്ടുണ്ട്. ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുത്ത് സ്റ്റാൻഡിലോട്ട് മാറ്റണം.
പിന്നെ ഇവിടെ മതിലിൽ കുറച്ച് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് കയറി കാണാം. ഈ ഒരു വുഡൻ ബോക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് അറേഞ്ച് ചെയ്യുന്ന രീതിയൊക്കെയാണ് ആ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയയിൽ കൂടുതലും ഇതുപോലത്തെ സ്റ്റാൻഡുകളിലാണ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വുഡൻ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. ആവശ്യമുള്ളവരൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കാക്ടസ്, ഹവാർത്തിയ, അതുപോലത്തെ ടൈപ്പ് ചെറിയ ചെറിയ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഒക്കെയാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷെൽഫിലിരിക്കുന്നത് മൊത്തം സെറാമിക് പോട്ട്സ് ആണ്. സെറാമിക് പോട്ട്സിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഗാബിയോൺ. നമ്മളൊരു 3-4 വീഡിയോ മുമ്പ് സെറ്റ് ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ ഈ ഒരു ഗാബിയോൺ ഞാനിവിടെ 3 ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡൻ സ്റ്റാൻഡിലാണ് ഇവിടെ കൂടുതലും ചെടികൾ ഇരിക്കുന്നത്. മണി പ്ലാന്റ്സും സാൻസവേരിയ, സെൻസി, അങ്ങനത്തെ കുറേ പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ഫേൺസ് ആണ് ഇവിടെ കൂടുതലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നൊരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഡ്രില്ല് ചെയ്തിട്ട് കർട്ടനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹുക്ക്, ഒരു ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് അവിടെ അത് സ്ക്രൂ ചെയ്ത് വെച്ചതിന് ശേഷം GI പൈപ്പ് അതിൽ വെച്ചിട്ടാണ് ചങ്ങല ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് ഹാങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ അധികം വെയിൽ കിട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഫേൺസിനൊക്കെ നല്ല ഒരു ക്ലൈമറ്റാണ് ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടൺ ക്യാൻഡിയൊക്കെ നല്ല ലഷായിട്ട് വളരും. പിന്നെ ഈ മതിലിൽ ഹാഫ് പോട്ട് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഫൈക്കസ് പുമില കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സെയിം പ്ലാന്റ് തന്നെ ഇവിടെ ഹാങ്ങിങ്ങും ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഞങ്ങളിവിടെ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നനക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം നിലത്ത് വീണിട്ട് നിലത്ത് മൊത്തം ചെളിയാവില്ലെന്ന്. അപ്പോൾ പലരും അതൊരു ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു സ്പ്രേയറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിന് പ്ലാന്റ്സിനൊക്കെ വാട്ടർ ചെയ്യാറ്. അതുമാത്രമല്ല, ടോപ്പ് ലെയർ നനയുന്ന രീതിക്ക് മാത്രമേ വെള്ളം നനക്കാറുള്ളൂ, ഓവറായിട്ട് വെള്ളം നനക്കാറില്ല. പിന്നെ കൂടുതലിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെൽഫ് വാട്ടറിങ് പോട്ട്സാണ്. ഇനിയിപ്പോൾ ഹോളുള്ള പോട്ട്സ് തന്നെയായാലും ട്രേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ നിലത്ത് വീഴുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ